Good morning, Mama. Happy birthday. Happy birthday, Mama. Here's your gift. Thank you. And letter. Happy birthday. Thank you. What's your gift? Gift love. That's okay. You have my gift. എന്താ അമ്മ പറയണേ? എന്താ പറയണ, ഇന്ന് ബർത്ത്ഡേ ആണ്, പക്ഷെ നീ ഇന്ന് പോവല്ലേ? Yes. Okay, so ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആ. അമ്മ ഏജ് റിവീൽ ചെയ്യാനുണ്ടോ? പറഞ്ഞ നീ 42nd ബർത്ത്ഡേ. 47 ആയോ? ഇവിടെയൊക്കെ കുറേ സ്പാർക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വെക്കണം. ഓക്കെ ഓക്കെ. ബട്ട് ടുഡേ എൻ്റെ ക്യാമ്പാണ്, അപ്പോൾ ഞാൻ പോവാ. ഇന്ന് എനിക്ക് ക്യാമ്പുണ്ട്, പാപ്പന്ന് സ്കൂളുണ്ട്. സോ ബേസിക്കലി അമ്മ എന്നെ അലോൺ ആവും കുറച്ച് സമയത്തേക്ക്. ബട്ട് അപ്പോൾ ജോലി എൻ്റെ ക്യാമ്പ് ഇസ് ഫോർ 2 nights. സോ ബേസിക്കലി 3 days ഞാൻ പോവാകും. That means Mama's birthday weekend ഞാൻ ഇവിടെ ഉണ്ടാവില്ല. But that's okay. When I'm back, the celebrations will be bigger and better. അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കണോ? Guys, it's nothing grand, okay? പറഞ്ഞാണ് അങ്ങനെ അധികം ഒന്നും ചെയ്യണ്ട. കാരണം ഞാൻ ഭയങ്കര പിക്കിയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല, അങ്ങനെ അത് മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു സ്മോൾ നോട്ട്, ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല, നോട്ട് ബണ്ണി. പക്ഷെ ഇത് കാണിക്കണ്ട അല്ലേ, ഇത് കാണിക്കണ്ട. പിന്നെ ഓറഞ്ച് എംബ്രോയിഡറി കിറ്റ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം എൻ്റെ ഒരു സ്വഭാവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഓരോ സാധനങ്ങൾ തുറന്ന് അതിൻ്റെ കണ്ടുപിടിച്ച് ചെയ്യണ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യവും തന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നെ 2 സൈഡിൽ നിന്ന് എൻ്റെ അപ്പയും അമ്മയും എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്ത് തന്നു. എൻ്റെ കഴിവുകളെല്ലാം പോയ ഒരു കുട്ടിയാണ്. അപ്പോൾ അന്ന് ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഇവരിപ്പോൾ ഇന്ന് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യണേന്ന്. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ ഞാനവിടെ സ്റ്റക്കായി കിടക്കും. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ സൂചി നൂലിയൊക്കെ വെച്ച് ചെയ്യേണ്ട എന്തൊരു സംഭവമാണ്. ഒരു എംബ്രോയിഡറി കിറ്റാണ് ഇത്. മിക്കവാറും ഞാൻ എടുത്തു വെച്ച് ഞാൻ അന്നെ കൊണ്ട് എന്നെ കാണിച്ച് തരിപ്പിക്കും. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ഒരു ഡെക്കറേറ്റീവ് സംഭവമാണ് അല്ലേ. ഇത് മുമ്പ് ഒരിക്കൽ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വാ ഇത് കൊള്ളാലോ എന്ന്. അപ്പം ഇത് അന്ന ഓർത്തിട്ട് വാങ്ങിച്ചാണ്. ഇത് നന്നായിട്ടുണ്ട്. ഫേക്കാണ്, ഒന്നും ഇതല്ല. ഇത് നന്നായിട്ടുണ്ട്, സൂപ്പർ. പിന്നെ that's all. Sorry. താങ്ക് യു. വേണമെങ്കിൽ ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്യാം. വേണ്ട ആഡ് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്. എന്താ? യുവർ പ്രസൻസ്. അല്ല, ഞാൻ ആഡ് ചെയ്യണത് ഞാൻ ഒരു മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ അറ്റ് ഹോം സലോൺ ഡേ ചെയ്ത് തരാം. അല്ലെങ്കിൽ ഒരു ഹെയർ ഡേ. മുടി ഞാൻ ഫ്രീ ആയി യു ക്യാൻ പിക്ക് ഓർ ഫ്രീ മേക്കപ്പ്. ഓക്കെ, ബൈ. എൻ്റെ നെയിൽസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ബൈ. ഹലോ, ഇതെൻ്റെ 42nd ബർത്ത്ഡേ വ്ളോഗാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഞങ്ങൾ റഷേഴ്സിൽ ഫുഡ് കഴിക്കാൻ പോയി. ഇത് കഴിക്കുമോ? ചീസ് കേക്ക് കഴിക്കുമോ? ചീസ് കേക്ക് വിത്ത് ഐസ്ക്രീമോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. എപ്പോഴും നോമ്പിൻ്റെ ഇടയിൽ വരുന്ന ഒരു ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഡെസേർട്ട് കഴിക്കാതിരിക്കരുത്. അങ്ങനെ ഞങ്ങൾ ഡെസേർട്ടും കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് അന്ന എൻ്റെ കൂടെ ഇല്ലാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ഫോട്ടോസിലെല്ലാം അന്നയുടെ മിസ്സിങ് ഉണ്ട്.